എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ മെച്യൂരിറ്റി ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് ഞാനിന്ന് അയക്കുന്നത്. ഇവിടെ ടു ദ മാനേജർ എന്നുള്ള ഭാഗത്ത് ഏത് ബ്രാഞ്ചിലേക്കാണോ നമ്മൾ ഈ അപേക്ഷ വെക്കുന്നത് ആ ബ്രാഞ്ചിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ മഞ്ചേരി ബ്രാഞ്ചിലേക്കാണ് നമ്മൾ അപേക്ഷ വെക്കുന്നതെങ്കിൽ മഞ്ചേരി എന്നാണ് ഇവിടെ ഡോട്ട് കാണുന്ന ഭാഗത്ത് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും ഡേറ്റ് എന്നാണ് നമ്മളിത് അപേക്ഷ കൊടുക്കുന്നത്, അവിടെ എന്ത് ചെയ്യണം, അന്നത്തെ ഡേറ്റ് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇവിടെ ഡിയർ സാർ എന്ന് കഴിഞ്ഞതിന് ശേഷം ഐ എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റിലെ ആരുടെ പേരിലാണോ എഴുതിയിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് ആരുടെ പേരിലാണോ അയാളുടെ പേരാണ് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം ഇപ്പുറത്തുണ്ടായിരിക്കും സൺ ഓഫ്, വൈഫ് ഓഫ്, ഡോട്ടർ ഓഫ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുക. സൺ ഓഫ് ആണെങ്കിൽ സൺ ഓഫ് എന്ന് എഴുതുക, ഡോട്ടർ ഓഫ് ആണെങ്കിൽ അങ്ങനെ ഡോട്ടർ ഓഫ് അവരുടെ പേര് എഴുതുക. അതിനുശേഷം ഇവിടെ MID എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. MID നമ്പർ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ മേലെ എഴുതിയിട്ടുണ്ടായിരിക്കും. MID നമ്പർ എന്ന് പറഞ്ഞാൽ മെമ്പർഷിപ്പ് നമ്പർ. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ കാണുന്ന മെമ്പർഷിപ്പ് നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ എഴുതേണ്ടത്. അതിനുശേഷം റെസിഡൻസ് ഓഫ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അഡ്രസ്സാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അപ്പോൾ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം എഴുതിയതിന് ശേഷം നമുക്കിവിടെ ഏജൻസി മെൻഷൻ ചെയ്യാൻ പറയുന്നുണ്ടാവും. ആരാണ് അതിൻ്റെ ഏജൻസി എങ്കിൽ ആ ഏജൻസീൻ്റെ കോഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ ഏറ്റവും താഴെ ഫെസിലിറ്റേറ്ററിൻ്റെ കോഡ് ഉണ്ടായിരിക്കും. ആ കോഡാണ് ഇവിടെ തൊട്ട് താഴെ എഴുതേണ്ടത്. അതിനുശേഷം ഇവിടെ SL എന്ന് കാണിക്കുന്നുണ്ട്. SL നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സർട്ടിഫിക്കറ്റാണോ നമ്മൾ മെച്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നത്, അപ്പോൾ ആ നമ്പറാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കൊരു സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്, 1 എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ സ്കീം ഓഫ് ഡെപ്പോസിറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ ഏത് സ്കീമിലേക്കാണോ ഈ ഒരു സർട്ടിഫിക്കറ്റ് ചെയ്തിരുന്നത്, ഇപ്പോൾ നമുക്കറിയാം RG1, RG2, RG3 അങ്ങനെ ഉള്ള സ്കീമുകളുണ്ട്. അപ്പോൾ RG1 ആണെങ്കിൽ എന്ത് ചെയ്യണം, RG1 തന്നെ അവിടെ ഈ ഒരു പേജിൽ എഴുതേണ്ടത്. അതുപോലെ തന്നെ ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നമ്മൾ ലോൺ എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ അത് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ S എഴുതുക, ലോൺ എടുത്തിട്ടില്ല എങ്കിൽ നോ എന്ന് അവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ ചോദിക്കേണ്ടത്. സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ RD നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറാണ് ഇവിടെ സർട്ടിഫിക്കറ്റ് നമ്പറായിട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഏത് വർഷത്തെ മുതലാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റാണ്, ആ പീരീഡാണ് അവിടെ ചോദിക്കുന്നത്. അതിനുശേഷം ഇവിടെ മെച്യൂരിറ്റി ഡേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മെച്യൂരിറ്റി ആവുന്ന ഡേറ്റ് ഇവിടെ നമ്മൾ അറിയാം. ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ആ ഡേറ്റ് ഇടുക. അതിനുശേഷം മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടാവും, അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ മെച്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. മെച്യൂരിറ്റി എന്നുള്ളതിൻ്റെ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ തൊട്ട് താഴായിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതുപോലെ ബ്രാഞ്ച് നെയിം, അതുപോലെ ബാങ്കിൻ്റെ നെയിം, IFSC കോഡ്, ഇതെല്ലാം എന്ത് ചെയ്യണം, നമ്മളിവിടെ എഴുതേണ്ടതാണ്. അതിനുശേഷം ഇവിടെ റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ച് ആ കസ്റ്റമറെ കൊണ്ട് നമ്മൾ സൈൻ ചെയ്യിപ്പിക്കുക. ഇതാണ് നമ്മുടെ മെച്യൂരിറ്റി ആകുന്ന ഒരു ഫോമിൽ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ.